ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 86 റിവ്യൂ. രാവിലെ ശോകമായിരുന്ന നെവിൻ ഉച്ചകഴിഞ്ഞ് ആറാടിയ ദിവസം. നെവിന്റെ എപ്പിസോഡായിരുന്നു ഇന്നത്തേത്. ജോൺ ഹോനായിയെ പോലെ പണപ്പെട്ടി എടുത്ത് മുങ്ങാൻ ആഗ്രഹിച്ച ആദില പ്ലിങ് ആയ ദിവസം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഡൗൺ ആയിട്ടിരിക്കുന്ന നെവിനെ ആശ്വസിപ്പിക്കുന്ന അക്ബർ. അകത്ത് കിച്ചണിൽ ഹാപ്പി മൂഡിയിരിക്കുന്ന പട്ടായ ഗേൾസ് അനീഷ്, സാബുമോൻ, ഷാനവാസ് തുടങ്ങിയവർ. അനീഷുമായിട്ട് കോമ്പ് പിടിക്കാൻ ശ്രമിക്കുന്ന അനുമോൾ. അനുമോളിലേക്ക് അനീഷിനെ വലിച്ചിടാൻ ശ്രമിക്കുന്ന വീട്ടുകാർ. അനീഷ് ഇതിൽ കുരുങ്ങിപ്പോയാൽ അനീഷിന് പണി കിട്ടുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് അനീഷ് ഇത് ഒഴിവാക്കുന്നതായിരിക്കും അനീഷിന് നല്ലത്. അനീഷ് അതൊക്കെ എൻജോയ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. പുതിയ ക്യാപ്റ്റനായി അധികാരമേറ്റെടുത്ത നൂറ അനുമോളെയും ആദിലെയും സാബുമോനെയും കിച്ചണിലേക്ക് നിയമിച്ചു. സാബുമോനെ ക്യാപ്റ്റനാക്കി. അനുമോളും ആദിൽ നിയന്ത്രിക്കുന്ന വേറും ഒരു ഡമ്മി ക്യാപ്റ്റനായി മാറുമോ സാബുമാൻ? ഏതായാലും സാബുമാൻ ഒരു ഡമ്മി തന്നെയാണ്. അനീഷിനെയും ഷാനവാസിനെയും ഫ്ലോറും ബാത്റൂമിലും നിയമിച്ചു. ക്യാപ്റ്റൻ ഷാനവാസ്, ബസിലിൽ ബറും നെവിനും ക്യാപ്റ്റൻ അക്ബർ. അക്ബറിനെയും നെവിനെയും നോമിനേഷൻ ഇടാൻ കൊതിച്ച എല്ലാവർക്കും പണി കൊടുത്ത് ബിഗ് ബോസ്. നൂറെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും നോമിനേഷൻ ഇട്ടു ബിഗ് ബോസ്. ഏറ്റവും കൂടുതൽ നോമിനേഷൻ വന്ന 8 വീതം നേടിയ അനുമോളെയും നെവിനെയും ബിഗ് ബോസ് 25 മുട്ട കൊടുത്ത് അഭിനന്ദിച്ചു. ഏറ്റവും കുറവ് 5 തവണ നോമിനേഷൻ വന്ന അനീഷിന് 5 ലിറ്റർ പാല് കൊടുത്ത് ബിഗ് ബോസ്. അനുമോളോടും നെവിനോടും അനീഷിനോടും പ്രേക്ഷകരോടും ഒക്കെ നന്ദി പറയാൻ ബിഗ് ബോസ് ആവശ്യപ്പെട്ടപ്പോൾ വികാരധീനനായി കണ്ണു നിറഞ്ഞ നെവിൻ. പിന്നീട് അതിൽ കള്ളത്തരമാണെന്ന് വളച്ചൊടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കള്ളത്തരമൊന്നുമല്ല, നെവിന്റെ ഒറിജിനൽ ഭാവമാറ്റമായിരുന്നു. അനീഷ് പറഞ്ഞു, എല്ലാവർക്കും തന്നെ ഇഷ്ടമാണെന്നും ആദ്യകാലങ്ങളിൽ ഒരു കയ്യകലത്തിൽ എല്ലാവരും നിൽക്കണമെന്നും എന്റെ വീട്ടിൽ വരരുതെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും വരാമെന്നും ഓൾവേസ് വെൽക്കമെന്നും അനീഷ്. അനുമോളും പ്രേക്ഷകരോട് നന്ദി പറയുന്നുണ്ടായിരുന്നു. നൂറയോട് അനുമോൾ തമാശയായിട്ട് പറയുന്നുണ്ടായിരുന്നു, കിച്ചൺ ടീമിൽ ആദിലെ ഇടണ്ടെന്നും പണിയെടുക്കാൻ നിർദ്ദേശം നൽകാൻ നൂറയോട് അനുമോൾ. അടുത്തത് പണപ്പെട്ടി ടാസ്കിന് പകരം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന മണി ബാങ്ക് ടാസ്ക് ആയിരുന്നു. പണപ്പെട്ടിയായിട്ട് ഓടാൻ കൊതിച്ചു നിൽക്കുന്ന ആദിലേക്ക് പണി കൊടുത്ത് ബിഗ് ബോസ്. പണപ്പെട്ടിയെക്കുറിച്ചുള്ള അവരുടെ ചർച്ച തന്നെ ആദിലയെ കുഴിയിൽ വീഴ്ത്തി. അങ്ങനെ വെറുതെ പണപ്പെട്ടി എടുത്തോടാതെ ടാസ്ക് ചെയ്ത് പണം നേടാൻ നോക്ക്. ഈ ടാസ്കുകൾ വഴി കിട്ടുന്ന പണം വിന്നറിന്റെ എമൗണ്ടിൽ നിന്ന് കുറയ്ക്കുമെന്നും ബിഗ് ബോസ്. ആദ്യഘട്ടത്തിൽ 10,000 രൂപയുടെ ടാസ്ക് ആയിരുന്നു. മോഹൻലാൽ പണിഷ്മെന്റ് കൊടുത്തതനുസരിച്ച് നെവിനിധി പങ്കെടുക്കാൻ പാടില്ലെന്ന് ബിഗ് ബോസ്. കരിമരുന്ന് പെട്ടുന്ന പോലെ ഗാർഡൻ ഏരിയയിൽ പൊട്ടിയപ്പോൾ അതിൽ നിന്ന് പണങ്ങൾ തെറിച്ചു വീണു. കൗസിലുള്ള റോഡിൽ ചെന്ന് കളക്ട് ചെയ്യാൻ നോക്കി. 10ന്റെയും 100ന്റെയും നോട്ടുകൾ മാത്രം. ഇതിനിടയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന നെവിൻ പോയി 3-4 നോട്ടുകളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നെവിൻ എടുക്കരുത് എന്നൊക്കെ നൂറയും ആദിലയും പറയുന്നുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ 350 രൂപ, അത് എനിക്ക് എടുക്കാൻ പറ്റില്ല എന്ന് നെവിൻ. പണം എണ്ണിക്കൊണ്ടിരിക്കുന്ന ആദിലയ്ക്ക് അതിൽ നിന്ന് ഒരു 100 രൂപ എടുത്ത് നെവിൻ കൊടുക്കുന്നു. ഏറ്റവും കൂടുതൽ കിട്ടിയത് സാബുമാനാണ്, 1500 ചില്ലാനും. നെവിന്റെ ആർക്കാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നെവിൻ അനീഷിന്, അനുമോൾക്ക്, അക്ബറിന് അങ്ങനെ വീതിച്ചു കൊടുത്തു. ലക്ഷങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ആദിലയൊക്കെ നിരാശരായി. 10 ലക്ഷമോ അതിന് മുകളിലോ എടുത്തോടാനാണ് ആദിലയൊക്കെ നിശ്ചയിച്ചിരുന്നത്. നിന്റെ പ്ലാനുകൾ പൊളിഞ്ഞതിന്റെ വിഷമം കണ്ണുകളിൽ കാണുന്നുണ്ടെന്ന് പറഞ്ഞ് നെവിൻ ആദിലയെ കളിയാക്കുന്നു. നൂറയും കളിയാക്കുന്നുണ്ടായിരുന്നു. റേഷൻ വൈകുന്നേരമാണ് വന്നത്. റേഷൻ എടുക്കാൻ എല്ലാവരും പോയപ്പോൾ നെവിൻ അവിടെ തപ്പിക്കൊണ്ടിരുന്നപ്പോൾ നെവിൻ അവിടെ നിന്ന് ഒരു 15,000 രൂപയുടെ ചെക്ക് കിട്ടി. നെവിൻ എന്തോ കിട്ടുന്നത് കണ്ട് ആദില നെവിന്റെ പുറകെ. നെവിൻ അത് ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്നു. ആദിലയും നൂറയും ഓടി ചെല്ലുന്നു. അവർ ചോദിക്കുന്നു, എന്താണ് ഒളിപ്പിച്ചു വെക്കുന്നത്, എടുത്ത് കാണിക്കാൻ പറയുന്നു. നെവിൻ പറഞ്ഞു, ചെക്കാണ്, എനിക്ക് കിട്ടിയ ചെക്കാണ് എന്ന് പറയുന്നു. ചെക്ക് കണ്ടപ്പോൾ എങ്ങനെയെങ്കിലും അത് നെവിന്റെ നിന്ന് മേടിക്കാൻ ആദിലയും നൂറയും അത് തരാൻ പറയുന്നു. ഞാൻ ക്യാപ്റ്റനാണ്, എനിക്ക് തരാൻ നൂറ. നെവിൻ അത് കിട്ടാതിരിക്കാനും നെവിന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും മേടിക്കാനും അവരുടെ ശ്രമങ്ങൾ. പൈസയോട് നല്ല ആക്രാന്തമുണ്ട് രണ്ടുപേർക്കും. നെവിൻ നൂറയുടെ കൊടുക്കുന്നു. നൂറ ബിഗ് ബോസിനോട് ചോദിക്കുന്നു എന്താ ചെയ്യേണ്ടതെന്ന്. ബിഗ് ബോസ് പറയുന്നു, അത് ആർക്കാണ് കിട്ടിയത് അവർക്കത് എടുക്കാമെന്ന്. നെവിൻ പറഞ്ഞു, ഞാൻ എനിക്ക് കിട്ടിയത് അക്ബറിന് കൊടുക്കാൻ പോകുകയെന്ന്. അത് കിട്ടിയത് ആർക്കാണ് അവർക്ക് എടുക്കാമെന്ന് ബിഗ് ബോസ് പറഞ്ഞപ്പോൾ നൂറയ്ക്ക് ഒട്ടും ഇഷ്ടമായില്ല. മുഖഭാവം കണ്ടാൽ അതറിയാം. അക്ബർ നെവിനോട് നന്ദി പറയുന്നു. നെവിൻ, നന്ദി വേണ്ട, പുറത്തിറങ്ങുമ്പോൾ തന്നാൽ മതി. അടുത്തത് 25,000 രൂപയുടെ ടാസ്ക് ആയിരുന്നു. തലയിൽ ബന്ധിച്ചിരിക്കുന്ന മണി കിലുങ്ങുന്ന ആൾ ഔട്ടാവും. മണി കിലുങ്ങാതെ അവസാനം വരെ പിടിച്ചു നിൽക്കുന്ന ആൾക്കായിരിക്കും 25,000 രൂപ കിട്ടുക. നിവിനാണ് വിധികർത്താവ്. ഇടയ്ക്ക് സ്റ്റാച്ചു ആയി നിൽക്കുക, പിന്നെ ഇടയ്ക്ക് പതുക്കെ നടക്കുക, പിന്നെ ഇടയ്ക്ക് അവരവരുടെ ജോലികൾ ചെയ്യും. അങ്ങനെ എല്ലാവരും കൂടുതൽ സമയം സ്റ്റാച്ചു ആയിട്ട് നിൽക്കുകയും ആരും പുറത്താകാതിരിക്കുകയും ചെയ്തപ്പോൾ ബിഗ് ബോസ് എല്ലാവരോടും ഒറ്റക്കാലിൽ നിൽക്കാൻ പറയുന്നു. അങ്ങനെ ആദ്യം പുറത്തായത് സാബുമാൻ, 2ാമത് അനീഷ്, 3ാമത് അക്ബർ, 4ാമത് ഷാനവാസ്, 5ാമത് നൂറ, 6ാമത് അനുമോൾ, 7ാമത് ആദില അങ്ങനെ വിജയിച്ചു. 25,000 രൂപ കിട്ടി. അങ്ങനെ ടാസ്ക് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ, അല്ലാതെ ചുമ്മാ മണി എടുത്തിട്ട് ഓടിയിട്ട് എന്ത് കാര്യം. ഇപ്പോഴും വിശ്വാസമാകാത്ത നൂറ ടോപ്പ് 5-ൽ താനെത്തിയോ എന്നൊക്കെ പറഞ്ഞ് പണിയെടുക്കാൻ മടിയോടെ ഇരിക്കുന്ന ആദില, ഉള്ളിയരിയാൻ വിളിക്കുന്ന അനുമോൾ, സാബുമാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്നു. ഇടയ്ക്ക് അക്ബറിന്റെ അടുത്ത് വന്ന് അക്ബറിനെ സപ്പോർട്ട് ചെയ്യും, അല്ലാത്തപ്പോൾ പട്ടാഗേഴ്സിന്റെ അടുത്ത് വന്ന് അവരെയും സപ്പോർട്ട് ചെയ്യും. ആദിലയും നൂറയും അനുമോളും ടോപ്പ് 5-നെ പറ്റി പറയുന്നു. ടോപ്പ് 5 പറയാൻ ചാൻസ് ഉള്ളവർ സാബുമാനെ പറ്റി അവർ പറയുന്നു. നെവിൻ, അക്ബർ, നൂറ, അനീഷ് ചിലപ്പോൾ വരാം, പിന്നെ വരാൻ ചാൻസ് ഉള്ള ആദില. ശരിക്കും പറഞ്ഞാൽ അക്ബർ ഒന്നും വരാൻ ചാൻസ് ഇല്ല. എന്റെ അഭിപ്രായത്തിൽ 1 അനീഷ്, 2 അനുമോള്, 3 ഷാനവാസ്, 4 നൂറ, 5 അക്ബറോ നെവിനോ വരാൻ ചാൻസ് ഉണ്ട്. ഇന്നും പട്ടാഗേഴ്സിന്റെ ചർച്ച നെവിനും അക്ബറിനും എതിരെയാണ്. അവർക്കെതിരെ പ്രേക്ഷകർക്ക് ഇട്ടുകൊടുക്കാൻ നോക്കുന്നുണ്ട്. അവരെ നെഗറ്റീവ് ആക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. എല്ലാം അവർ ചെയ്യുന്നു. പ്രേക്ഷകർക്ക് ഇപ്പോൾ ഒരു സംശയമുണ്ട്, ഷാനവാസിന്റേത് അഭിനയമായിരുന്നോ എന്ന്. കാരണം ഷാനവാസ് രാത്രിയിലൊക്കെ വൈകി ഉറങ്ങുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. കാര്യം നിന്നൊക്കെ ടാസ്ക് ഒക്കെ ചെയ്യുന്നുണ്ട്.
ഏതാണ്ട് ഒരു കുഴപ്പമില്ല, ഒരു മടിയില്ല. ഇപ്പോൾ ഒരു അസുഖമുള്ളതിൻ്റെ ഒരു ലക്ഷണവും കാണിക്കുന്നില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെ പറ്റി കമൻറ്റ് ചെയ്യുമോ? നാളത്തെ പ്രൊമോയിൽ കിച്ചണിൽ ആദിലയും അനുമോളും തമ്മിലുള്ള പ്രശ്നമാണ് കാണിക്കുന്നത്. എന്താവും, അടുക്കളയിൽ വീണ്ടും പ്രശ്നമാവുമോ? കാത്തിരുന്ന് കാണാം നമുക്ക്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഗെയിം കളിക്കേണ്ട സമയമായിരിക്കുന്നു. ഇതിപ്പോൾ ഒരറ്റത്ത് അക്ബറും നെവിനും, മറുവശത്ത് പാട്ടാഗേഴ്സും അനീഷും സാബുവാനും ഷാനവാസും ഒക്കെ. ഈ ആഴ്ച മണി ബാങ്കിൽ നിന്ന് ഏറ്റവും കൂടുതൽ പൈസ നേടുന്നത് ആരായിരിക്കും ഏറ്റവും കുറച്ച് നേടുന്നത്? നമുക്ക് നോക്കാം. തന്റെ ക്യാപ്റ്റൻസി വിജയമാക്കാൻ എല്ലാവരും സോപ്പിട്ട് നടക്കുകയാണ് നൂറ. ക്യൂട്ട്നെസ് ഓവർലോഡിംഗ്.